പ്രതീക്ഷിക്കാതെ വന്ന് സന്തോഷിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകളിലെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ സിനിമയാണ് അവിഹിതം. പപ്പായ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സിനിമയുടെ കഥ അങ്ങ് തുടങ്ങും. പിന്നീട് അങ്ങോട്ട് നല്ല രസമാണ്. സിനിമയുടെ പേര് പോലെ തന്നെ അവിഹിതം പിടിക്കാനാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. അതും കനങ്ങാടുന്ന നാടും അവരുടെ നാട്ടുകാരുടെയും പിന്നെ പറയണ്ടല്ലോ. അത് വളരെ രസമായി വളരെ എൻഗേജ് ചെയ്ത് വളരെ എന്റർടൈൻ ചെയ്ത് പിടിച്ചിരുത്താൻ ഈ ടീമിന് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഒരു അവിഹിതം അത് വലിയൊരു കോലാഹലമാക്കി മാറ്റി. പിന്നെ അവസാനം ഒരിടത്ത് വന്ന് അവസാനിക്കും. ആ അവസാനിക്കുമ്പോൾ ആ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കുറെ ചൊറിയന്മാരുടെയും ക്രിമിനലുടെയും അങ്ങ് മാറി കിട്ടുവാണ്. അതാണ് ഈ സിനിമയുടെ അതാണ് ഈ പടം. 1.25 മണിക്കൂറാണ് ഈ സിനിമയുടെ റൺ ടൈം. അത് കറക്റ്റ് ലെങ്ത് ആണ്. അതിലും കൂടുതൽ പോയായിരുന്നെങ്കിൽ ഈ സിനിമ നമുക്ക് തന്നെ ചെറുതായിട്ടൊരു ലാഗടിക്കലോ വലിപ്പിക്കലോ ഫീൽ ചെയ്തേനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഈ അടുത്ത് പേരരസ് എന്നൊരു തമിഴ് സിനിമ കണ്ടായിരുന്നു. അതിന്റെ കണ്ടന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ സിനിമയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറും കണ്ടുണ്ട്. അതിങ്ങനെ നല്ല രീതിയിൽ വലിപ്പിച്ച് കുറച്ച് നല്ല മൊമെന്റ്സ് തന്നുള്ളൂ. പക്ഷെ സിനിമ അങ്ങനെയല്ല. നല്ല രീതിയിൽ തുടങ്ങി വളരെ ഡീസന്റ് ആയിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്തു. വലിയ സംഭവമുള്ള എൻഡിങ് ഒന്നും അല്ല. പക്ഷെ എന്നാൽ പോലും രസിക്കേണ്ടത് രസിപ്പിക്കും. അതേപോലെ കൊള്ളനെടുത്ത് നല്ല അന്യ രീതിയിൽ തന്നെ ഈ സിനിമ കൊള്ളിക്കുകയും ചെയ്യും. ഡാർക്ക് ഹ്യൂമർ അത്രയും കലക്കനായിട്ടാണ് സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫണ്ണും ഡാർക്ക് ഹ്യൂമറും നല്ല ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സന ഹെഗ്ഡെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആളുടെ മുന്നത്തെ പദ്മിനി വലിയ കണക്ട് ആവാത്ത സിനിമയായിരുന്നു. പക്ഷെ ഏതായാലും ഇത് നല്ലൊരു വർക്കാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് ആളുടെ ബെസ്റ്റ് വർക്ക് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ തന്നെയാണ്. അംബരീഷ് കലത്തരയും സന ഹെഗ്ഡെയും ഒന്നിച്ചാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയത്. പക്ഷെ കഥ അംബരീഷ് കലത്തരയുടെ മാത്രമാണ്. പെർഫോമൻസ് സിനിമയുടെ പീക്കായിരുന്നു. എന്ന് വെച്ചാൽ വളരെ നല്ല പെർഫോമൻസസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് പടത്തിന് പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന മണ്ടത്തരം കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരായിട്ട് നമുക്ക് കണക്ട് ആവാനൊക്കെ പറ്റുള്ളൂ. ഏതായാലും ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു വിട്ടുവീഴ്ച വന്നിട്ടില്ല. പെർഫോമൻസ് വളരെ നന്നായിരുന്നു. നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ആവുകയും ചെയ്യും. നമുക്ക് അവരുടെ ആ ഒരു മണ്ടത്തരം നമുക്ക് മനസ്സിലാവുകയും നമുക്ക് ചെയ്യും. വിഷ്വൽസ് എഡിറ്റിംഗ് വളരെ നന്നായിരുന്നു. മ്യൂസിക് ആ ഒരു ചിരിപ്പിക്കുകയും ത്രില്ലും ടെൻഷനെല്ലാം കറക്റ്റ് രീതിയിൽ സമ്മാനിച്ചിട്ടുണ്ട്. ഓവറോൾ ചിരിച്ച് രസിച്ച് കാണാൻ പറ്റിയ ഒരു അവിഹിതം എന്ന് പറഞ്ഞൊരു സസ്പെൻസ് പടമാണ് അവിഹിതം. സോ കണ്ടു നോക്കൂ.